ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് നമ്മുടെ നറൂട്ടോ സീരീസിലെ മോസ്റ്റ് പവർഫുൾ ക്ലാൻ ആയിട്ടുള്ള ഉസുമാക്കി ക്ലാനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ അസുര ഒട്ടുട്സുക്കിയുടെ മെയിൻ ബ്ലഡ് ലൈനിൽ വന്ന ക്ലാനാണ് സെഞ്ചു ക്ലാൻ. എന്നാൽ ഇതേ അസുരയുടെ മറ്റൊരു ബ്ലഡ് ലൈനിൽ വന്ന ക്ലാനാണ് ഉസുമാക്കി ക്ലാൻ. നമ്മുടെ കൊനഹയും ഉസുമാക്കിയും തമ്മിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ലീപ് വില്ലേജിലെ ജൂനിയൻസിന്റെ ഒക്കെ യൂണിഫോം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഉസുമാക്കിയുടെ ആ ഒരു സിമ്പിൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ രണ്ട് ക്ലാനും തമ്മിൽ അത്രയധികം സഹകരിച്ചാണ് ഇവർ മുന്നോട്ട് പോയത്. കൂടാതെ ഇവരുടെ ആ ഒരു ബോണ്ട് നിലനിർത്താൻ വേണ്ടി നമ്മുടെ ഹാഷിരാമയാണെങ്കിൽ വൈഫായിട്ട് മീറ്റോ ഉസുമാക്കിയാണ് മാരേജ് ചെയ്യുന്നത്. ഇനി മറ്റു ക്ലാനിൽ നിന്നും ഇവരെ മാറ്റി നിർത്തുന്നത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത് ഇവർക്ക് അത്രയധികം ചാക്രയുണ്ട്. കൂടാതെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലൈഫ് ഫോഴ്സും അതുപോലെ പവർഫുൾ ആയിട്ടുള്ള മറ്റ് സീലിംഗ് ജിറ്റ്സും ഒക്കെ ഇവർക്ക് യൂസ് ചെയ്യാനും സാധിക്കും. നമ്മുടെ ഹാഷിരാമയുടെ വൈഫായിട്ടുള്ള മീറ്റോ ഉസുമാക്കിയെ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് അത്രയധികം ലൈഫ് ഫോഴ്സ് ഉണ്ട്. അതായത് 100-150 വർഷത്തോളം ഇവർ ജീവിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് അത്രയധികം കാലം ഇവർക്ക് ജീവിക്കാൻ സാധിക്കും. അതുകൂടാതെ നമുക്ക് നറൂട്ടോ, ഗാറ എന്ന് പറഞ്ഞിട്ട് ഒരുപാടധികം ജിഞ്ചിരിക്കകളെ കാണാൻ സാധിക്കും. ഈ ഒരു ജിഞ്ചിരിക്കയുടെ ബോഡിയിൽ നിന്നും ഈ ഒരു ടെയിൽ ബീസ്റ്റിനെ ഫോഴ്സ്ഫുള്ളി എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ എന്തായാലും മരിച്ചു പോകും. എക്സാമ്പിളിന് നമ്മുടെ ഗാറയെ തന്നെ പറയാം. എന്നാൽ ഉസുമാക്കിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മുടെ ഒബീറ്റോ കുഷിന ഉസുമാക്കിയുടെ ബോഡിയിൽ നിന്നും നൈൻറ്റെയിലിനെ എക്സ്ട്രാക്ട് ചെയ്ത ആ ഒരു സമയത്ത് പുള്ളിക്കാരി ഇവിടെ മരിക്കുന്നില്ല. അതുകൂടാതെ പുള്ളിക്കാരി ഡെലിവറി കഴിഞ്ഞ് വീക്കായിട്ടാണ് ഉള്ളത്. എന്നിട്ട് പോലും പുള്ളിക്കാരി മരിച്ചില്ല എന്ന് പറയുമ്പോൾ പുള്ളിക്കാരിയുടെ ചാക്ര എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ ഇതിലും കൂടുതൽ പറയാനാണെങ്കിൽ ഉസുമാക്കി ക്ലാനിലുള്ളവർക്ക് മാത്രം യൂസ് ചെയ്യാൻ കഴിയുന്ന ആ ഒരു അഡമാൻഡിയൻ ചെയിന് വെച്ച് നൈൻറ്റെയിലിനെ തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടാണ് സത്യത്തിൽ ഉസുമാക്കി ബോഡിയിൽ തന്നെ ഈ ഒരു നൈൻറ്റെയിലിനെ സീൽ ചെയ്ത് വെച്ചത്. അതായത് ഫസ്റ്റ് മീറ്റോ ഉസുമാക്കി, അത് കഴിഞ്ഞ് കുഷിന ഉസുമാക്കി, ലാസ്റ്റ് നറൂട്ടോ ഉസുമാക്കി. അതുപോലെ തന്നെ ഉസുമാക്കി ക്ലാനിലുള്ള മറ്റൊരു ക്യാരക്ടറാണ് കരീൻ എന്ന ക്യാരക്ടറിനെ സ്പെഷ്യലായി മാറ്റി നിർത്തുന്നത് പുള്ളിക്കാരിയുടെ കയ്യിൽ എവിടെയെങ്കിലും കടിച്ച് ആ ഒരു ബ്ലഡ് ജസ്റ്റ് ടേസ്റ്റ് ചെയ്താൽ തന്നെ ആ ഒരു ചാക്ര വെച്ചിട്ട് മുഴുവനായി ഹീൽ ചെയ്യാൻ സാധിക്കും. ഇതും നമ്മൾ സീരീസിൽ പലതവണ കണ്ടതാണ്. ഇതും ഉസുമാക്കിയിലെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവമാണ്. ഇനി ഉസുമാക്കിയിലെ ചാക്ര റിസോൾവ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഷെറിങ്ങൻ പോലെ ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഉസുമാക്കി ബ്ലഡ് ലൈൻ ഉള്ളവരാണോ അപ്പോൾ ആ ഒരു മാസീവ് ആയിട്ടുള്ള ചാക്ര ജനിക്കുമ്പോൾ തന്നെ കിട്ടും. ഇതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ നാഗട്ടോ ഉസുമാക്കി. നമ്മുടെ മാതരയാണെങ്കിൽ റെനിഗൻ ആക്ടിവേറ്റ് ചെയ്തപ്പോൾ ആ സമയത്ത് റെനിഗൻ ഇംപ്ലാന്റ് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് നമ്മുടെ നാഗട്ടോ ആണ്. കാരണം ഈ ഒരു റെനിഗൻ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അത്രയധികം ചാക്ര വേണം. അതായത് നമ്മുടെ ഒബീറ്റോയെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഹാഷിരാമ സെൽസ് ഉണ്ടായിട്ട് പോലും ഒരു റെനിഗൻ മാത്രമാണ് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നത്. എന്നാൽ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ നാഗട്ടോ ആണെങ്കിൽ 2 റെനിഗണും ഹാൻഡിൽ ചെയ്തിരുന്നു. നെക്സ്റ്റ് റീപ്പർ ഡെത്ത് സീൽ. ഈ ഒരു ജുറ്റ്സ് യൂസ് ചെയ്യാനും അത്രയധികം ചാക്ര വേണം. യൂസറിന് എത്രയധികം ചാക്രയുണ്ടോ അതിനനുസരിച്ച് മാത്രമേ ഇത് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. അതായത് നമ്മുടെ ഇറുസൻ വാസസ് ഒറോച്ചിമാറു എന്ന ഫൈറ്റിൽ ഇവിടെ ഇറുസനെ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ചാക്ര കുറവാണ്. കൂടാതെ ലൈഫ് ഫോഴ്സും ഇല്ല. എന്നിട്ട് പോലും ഈ ഒരു ജുറ്റ്സ് ഉപയോഗിച്ച് ഒറോച്ചിമാറുവിന്റെ ഒരു കൈ മാത്രമാണ് സീൽ ചെയ്യാൻ കഴിഞ്ഞത്. ഈ ഒരു സീലിംഗ് ജുറ്റ്സും ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ഉസുമാക്കി ക്ലാനിലുള്ളവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഇത് മാത്രമല്ല, ഇതിലും പവർഫുൾ ആയിട്ടുള്ള സീലിംഗ് ജുറ്റ്സും ഒക്കെ ഉസുമാക്കി ക്ലാനിലുള്ളവർ യൂസ് ചെയ്തിരുന്നു. ഇനി കൊനഹയിലുള്ള ഉസുമാക്കി ടെമ്പിൾസിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ ക്രിയേറ്റ് ചെയ്ത ആ ഒരു മാസ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ ഉപയോഗം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ജുറ്റ്സു ഉപയോഗിക്കാൻ വേണ്ടി ഹാൻഡ് സൈൻസ് ഒന്നും ആവശ്യമില്ല. ആ ഒരു മാസ്ക് ഇട്ടാൽ തന്നെ ധാരാളം. ഇനി ലാസ്റ്റ് ഉസുമാക്കിയിലുള്ളവരുടെ സെൻസറി എബിലിറ്റി. അതായത് 2 കണ്ണ് കെട്ടിയിട്ടാലും കിലോമീറ്റർ ദൂരെയുള്ള എനിമിയുടെ ചാക്ര ഉസുമാക്കി ക്ലാനിലുള്ളവർക്ക് സെൻസ് ചെയ്യാൻ സാധിക്കും. കൂടാതെ സെൻസ് ചെയ്യൽ മാത്രമല്ല, ഓപ്പണന്റ് എന്താണ് ചെയ്യുന്നത് എന്ന് കൂടി മനസ്സിലാക്കാനും ഇവർക്ക് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ പവർഫുൾ ആയിട്ടുള്ള ഉസുമാക്കി ക്ലാനിനെ എങ്ങനെ ഇല്ലാതാക്കി എന്ന് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്ലാനിലും വില്ലേജിലും ഒക്കെയുള്ള ആൾക്കാർ എല്ലാവരും ചേർന്നാണ് ഉസുമാക്കി വംശത്തെ തന്നെ ഇല്ലാതാക്കിയത് എന്ന രീതിയിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കാരണം ഒരു സമയത്ത് അത്രയധികം പേടിച്ചിരുന്ന ഒരു ക്ലാൻ എന്ന് പറയുന്നത് ഉസുമാക്കി ക്ലാൻ ആണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഉസുമാക്കിയെ പറ്റി പറയാനുള്ളത്. ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.